ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റവ വെച്ചിട്ടാട്ടോ നമ്മൾ ഈ അപ്പം ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ്, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കിലോയോളം റവ വരുവേ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. മൈദയുടെ ഒപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ തന്നെ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. മറ്റേ ഈസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ ഒരു ആക്ടിവേഷൻ വളരെ പെട്ടെന്നാവും, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം തിക്നെസ്സിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കണം, കാരണം ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരണം. അതുവരെ നമുക്കൊരു മൂടി വെച്ചിട്ട് ഒന്ന് ഒരു 20 മിനിറ്റോളം മതിയാവും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ചട്നി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വറ്റൽമുളക്, പുളി, സവാള, തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയതിലേക്ക് 1.25 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വറ്റൽമുളകിനെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ വറ്റൽമുളകൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇവിടെ ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തത്. ഒരുപാട് ചെറുതാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു പാതി വഴണ്ടിട്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് പുളിയും ഒരു ചെറിയ കഷ്ണം പുളി, അതുപോലെ തന്നെ ഒരു മീഡിയം തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് വെളുത്ത എള്ളില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു ചമ്മന്തിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ആ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടിയൊക്കെ നന്നായിട്ട് പൊങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരക്കുമ്പോൾ ചേർക്കില്ലേ, അതുപോലെ ഒരു 3 ഉള്ളിയും ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു 1/4 കപ്പിൻ്റെ അരക്കപ്പിൻ്റെ നടുക്ക് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തേങ്ങയ്ക്ക് ഒരു ടേസ്റ്റിന് കിട്ടും നമ്മൾക്ക്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് ഒന്ന് മിക്സ് ചെയ്യേണ്ട, അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ചുടുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രൈങ് പാൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈങ് പാനിൽ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത്. കട്ടി കുറഞ്ഞു പോയെടുത്ത് ഇതുപോലെ ബബിള് വരില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്നതിന് മുന്നേ മുഴുവൻ ഹോളുകളും വീണിട്ട് വേണം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 30-35 സെക്കൻഡോളം മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ അപ്പത്തിൻ്റെ പൊടി ഒഴിക്കുന്നതിന് മുന്നേ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കണം. പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ നേരം, അതായത് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യില്ലേ, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞിട്ട് പോകും. അതായത് ഇപ്പോൾ ഞാൻ ഫ്രൈയിങ് പാനിൽ ചെയ്തെടുത്ത അപ്പമാണ്. അപ്പോൾ ഒട്ടും കട്ടി കുറയ്ക്കരുത് കേട്ടോ. നിങ്ങൾ പരത്തുമ്പോൾ ഒരുപാട് പരത്തിക്കളയരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനേ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് കുത്തുകളൊക്കെ വീണ് നല്ല അടിപൊളി അപ്പം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചട്നിക്കൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കണേ മുന്നേ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്നി താളിക്കൊന്നും വേണ്ട കേട്ടോ, ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ വഴറ്റി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുമാണ്, ഒപ്പം തന്നെ അപ്പവും വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പീസ് ഇനിയും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.